നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. മൂന്നാറിലേക്ക് ഇത്രയധികം പേര് വരാനായിട്ട് കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ പ്രകൃതി ഭംഗി. മഴ കഴിഞ്ഞുള്ള മൂന്നാറും ആ മഞ്ഞ് മൂടിയിട്ടുള്ള മൂന്നാറും ആ മലയിടുക്കുകളും തേയിലത്തോട്ടങ്ങളും എല്ലാം തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഓരോ കാലത്തും ഓരോ ഭാവത്തിലാണ് മൂന്നാർ സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. പെട്ടെന്ന് വന്ന് കണ്ടുപോകുന്നതിനേക്കാൾ 1-2 ദിവസം ചെലവഴിച്ച് മടങ്ങിയാലേ മൂന്നാറിൻ്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ. മഴക്കാലത്ത് മൂന്നാറിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിനെ കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. മൂന്നാറിലേക്ക് പോകുമ്പോഴും പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. പോകുന്ന വഴിയിൽ പള്ളിവാസൽ പോലുള്ള ഇതേപോലെ സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം നമുക്ക് മൂന്നാറിലേക്ക് പോകാം. ഇവിടെ നിന്നും ഇതേപോലുള്ള ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പസമയം വിശ്രമിച്ച് ഇതിൻ്റെ മേലെ കയറി എന്നുള്ള വ്യൂ അതൊരു പ്രത്യേക അനുഭവമാണ്. മൂന്നാറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, ഷോലക്കാടുകൾ ഇവയെല്ലാം മൂന്നാറിനെ പ്രകൃതി ഭംഗിയൊരുക്കുന്നു. തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞും മലമേടുകളും അഴകുതീർക്കുന്ന മൂന്നാർ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ലക്ഷ്യസ്ഥാനമാണ്. വെയിലും മഴയും ഒന്നും നോക്കാതെ ഇവിടേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ എത്തുന്നു. ഓരോ കാലത്തും ഓരോ ഭാവത്തിലാണ് മൂന്നാർ സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി മൂന്നാറിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്.